ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സോഷ്യൽ സർവീസ് കോഴിക്കോട് മേഖല ചിപ്പിലിത്തോട് യൂണിറ്റിന്റെ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി പിന്നോക്കം നിന്ന ഇവിടുത്തെ ജനതയെ ജീവിതത്തിന്റെ പ്രകാശപൂരിതമായ വഴിത്തരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി 1986 മൊറാൻമോർ സിറിൽ ബസേലിയോസ് പിതാവിന് ദർശനമുണ്ടായി. ആ ദർശനം സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജനതയെ പടുത്തുയർത്തണം എന്നായിരുന്നു. അതിനുവേണ്ടി റവ ഫാദർ ജോൺ പെരുമ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് ഈ ജനകീയ സംഘടന. ആദ്യകാലഘട്ടങ്ങളിൽ ഫാം ക്ലബ്ബ്, മഹിളാ സമാജം, സ്വാശ്രയനിധി എന്നീ സംഘടനകളാൽ ഒത്തുചേർന്ന് ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വന്നു. ബത്തേരി രൂപത 9 മേഖലകളിലായി 79 യൂണിറ്റുകളിലായി 3618 SHGയിലൂടെ 54,000-ൽ പരം കുടുംബങ്ങൾ നമ്മുടെ ശ്രേയസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശ്രേയസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്, സന്തോഷമാണ്. ശ്രേഷ്ഠ വൈദികരുടെയും മേഖലാ പ്രവർത്തകരുടെയും നിറസാന്നിധ്യവും നിരന്തരമായ പ്രോത്സാഹനവും കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മേഖലയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടം, ചിപ്പിലിത്തോട് യൂണിറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജിമ്മി ചെറുപറമ്പിൽ, മേഖലയുടെയും യൂണിറ്റിന്റെയും പ്രവർത്തക ബഹുമാനപ്പെട്ട പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട തമ്പി TK, യൂണിറ്റ് സെക്രട്ടറി ഷൈനി തോമസ്, വൈസ് പ്രസിഡന്റ് വർഗീസ്, ഖജാൻജി പൗളി തമ്പി, ജോർജ് VM, രാജു TK, അച്ചാമ്മ, സെൽമ എന്നീ കമ്മിറ്റി അംഗങ്ങളുടെയും സംഘാംഗങ്ങളുടെയും ഐക്യത്തോടെയുള്ള ഒത്തുചേരലാണ് ചിപ്പിലിത്തോട് യൂണിറ്റിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘരൂപീകരണം തുടക്കത്തിൽ 13 സംഘത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 10 പുരുഷ സംഘവും 27 സ്ത്രീ സംഘവും 10 ബാലജ്യോതിയും 2 സീനിയർ സിറ്റിസൺ ഗ്രൂപ്പും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ചാമുണ്ടി പട്ടരാട് ഭാഗത്ത് കഴിഞ്ഞകാല പ്രവർത്തകനായിരുന്ന ബഹുമാനപ്പെട്ട മോഹനൻ ASന്റെ നേതൃത്വത്തിൽ 4 മിക്സഡ് സംഘം രൂപീകരിക്കാൻ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് സാധിച്ചു. ചിപ്പിലിത്തോട്, മരുതിലാവ്, കുന്തളം തേര്, നൂറാന്തോട്, കരിമ്പ്, ചാമുണ്ടി, പട്ടരാട്, അടിവാരം, കനലാട്, എലിക്കാട്, മട്ടിക്കുന്ന്, ഈങ്ങാപ്പുഴ, തെയ്യപ്പാറ, കാക്കവയൽ, ആച്ചി എന്നീ ഭാഗങ്ങളിൽ യൂണിറ്റിന്റെ പ്രവർത്തനം നടക്കുന്നു. സംഘരൂപീകരണത്തിന് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകുന്നു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജിയുടെയും യൂണിറ്റ് സെക്രട്ടറി ഷൈനി തോമസിന്റെയും ആശാ വർക്കർ പ്രേമയുടെയും നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അന്നേ ദിവസം പ്രഷർ, ഷുഗർ എന്നിവ പരിശോധിച്ചു. 48 അംഗങ്ങൾ പങ്കെടുത്തു. ജലദിനത്തിന്റെ ഭാഗമായി പ്രതീക്ഷാ സംഘം ഓലി ക്ലീൻ ചെയ്തു. റിനി ബൈജു തേനീച്ച വളർത്തൽ ആരംഭിച്ചു. 8/3/2025 വനിതാ ദിനം, ലഹരി വിരുദ്ധ സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു. അന്നേ ദിവസം സ്വയം തൊഴിൽ ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന 3 പേരെ ആദരിച്ചു. കൂടാതെ 3 അമ്മമാരെ ആദരിച്ചു. 23/3/2025 മേഖലയുടെ കീഴിൽ നടത്തിയ വനപർവം സന്ദർശനത്തിൽ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാഘോഷം നടത്തി. വൃക്ഷത്തൈ നട്ടു. പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി സംഘങ്ങൾ സന്ദർശിച്ചു. പഠനോപകരണങ്ങൾ വിതരണം നടത്തി. യൂണിറ്റിൽ സംഘാംഗങ്ങൾക്ക് ആവശ്യമായ ഇൻവേർട്ടർ വിതരണം ചെയ്തു. വൈദിക ദിനം ആചരിച്ചു. സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. പായസം വിതരണം നടത്തി. കർഷക ദിനത്തിന്റെ ഭാഗമായി ജോർജ് VMനെ ആദരിച്ചു. പച്ചക്കറി തൈ വിതരണം നടത്തി. മേഖലയിൽ വെച്ച് നടത്തിയ കിസ് മത്സരത്തിൽ 3 പേര് പങ്കെടുത്തു. യൂണിറ്റിൽ വെച്ച് വിപുലമായി ഓണാഘോഷം നടത്തി. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി സ്വരം സംഘത്തിലെ ശോഭന ടീച്ചറെ ആദരിച്ചു. ഓണക്കിറ്റ് വിതരണം നടത്തി. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കരുണാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 29-ാം മൈൽ അങ്ങാടിയും പരിസരവും ക്ലീൻ ചെയ്തു. ശിശുദിനം ആഘോഷിച്ചു. കേക്ക് ചലഞ്ച്, ചായപ്പൊടി വിതരണം എന്നിവ നടത്തി. വയോജന ദിനം ആചരിച്ചു. ചാമുണ്ടി ഭാഗത്ത് 3 സംഘങ്ങളെ ഉൾപ്പെടുത്തി ഏരിയ മീറ്റിംഗ് നടത്തി. ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. കരുണാ സംഘം രോഗീ സഹായം നൽകി. യൂണിറ്റിൽ നിന്ന് ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ക്രിസ്തുമസ്, ന്യൂ ഇയർ എന്നീ ആഘോഷം പീഡികത്തോട് ഉന്നതിയിൽ വെച്ച് ആഘോഷിച്ചു. 1-ാം വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട
ബാബു പട്ടരാടിനെ ആദരിച്ചു, സ്നേഹവിരുന്ന് നൽകി. മേഖലയിൽ വെച്ച് നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. കരിമ്പ് ഭാഗത്ത് 2 സംഘത്തിനെ ഉൾപ്പെടുത്തി ഏരിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. യൂണിറ്റിൽ വെച്ച് നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. കാക്കവയൽ ഫ്ലവേഴ്സ് സംഘത്തിന്റെ ഏരിയ മീറ്റിംഗിൽ പങ്കെടുത്തു. യൂണിറ്റ് ഇവാലുവേഷൻ എല്ലാ മാസവും 29-ാം തീയതി യൂണിറ്റ് ഇവാലുവേഷൻ നടത്തി വരുന്നു. വരുന്ന എല്ലാ സംഘങ്ങളും കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കുന്നു. അന്നേ ദിവസം കാരുണ്യനിധി നറുക്കെടുപ്പും നടത്തി വരുന്നു. യൂണിറ്റ് മീറ്റിംഗ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിലിൻ്റെയും പ്രോഗ്രാം ഓഫീസർ ലിസി റെജിയുടെയും യൂണിറ്റ് പ്രസിഡന്റ് തമ്പി TK-യുടെയും നേതൃത്വത്തിൽ യൂണിറ്റ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നു. ഓരോ മാസത്തെ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിക്കുന്നു. ഓരോ മാസത്തെയും പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തും വരുന്നു. തനതായ പ്രവർത്തനം: രോഗി സഹായം നൽകുന്നു, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നു, ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു, രോഗികൾക്ക് സഹായം നൽകി വരുന്നു. സംഘാംഗങ്ങൾ പശു വളർത്തൽ, കോഴി, ആട്, തേനീച്ച, തയ്യൽക്കട എന്നിവ നടത്തി ജീവിതമാർഗം കണ്ടെത്തുന്നു. കോഴിക്കോട് മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ തോമസ് മണ്ണിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ, പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് തമ്പി TK, സെക്രട്ടറി ഷൈനി തോമസ്, വൈസ് പ്രസിഡന്റ് വർഗീസ് PA, കമ്മിറ്റി അംഗങ്ങളായ ജോർജ് VM, രാജു TK, അച്ചാമ്മ ജോർജ്, പൗളി തമ്പി, സെൽമ എന്നിവരെ കൂടാതെ സഹപ്രവർത്തകയായിരുന്ന ലിനു ജിജീഷിനെയും നന്ദിയോടെ ഓർക്കുന്നു. 53 സംഘങ്ങളുടെ നല്ല പ്രവർത്തനവും കൂട്ടായ പരിശ്രമവും നല്ല മനോഭാവവും ഉള്ളതുകൊണ്ടാണ് ഈ യൂണിറ്റ് ഇത്രയും മനോഹരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുസമക്ഷം സമർപ്പിക്കുന്നു.